ഇനി നമ്മൾ പോകുന്നത് കാസർകോട്ടേക്കാണ്. അവിടെ സാരംഗ് സുരേഷ് തുടരുന്നുണ്ട്. സാരംഗ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെ വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ. മാത്രമല്ല ഈ വോട്ടിംഗ് മെഷീനിലൊക്കെ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരികയും വോട്ടെടുപ്പ് തന്നെ നീട്ടി വെക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു ഇടം കൂടിയാണ്. അത് സ്വാഭാവികമായിട്ടും ആ തരത്തിൽ ഒരു കുറ്റമറ്റ ഒരു സംവിധാനമാണല്ലോ അവിടെ ഒരുക്കിയിരിക്കുന്നത്. മോക്ക് പോളിംഗിൽ യാതൊരു പ്രശ്നങ്ങളും കണ്ടെത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഉമേബാൻ, ജില്ലയിൽ എന്തായാലും ഇതുവരെ മോക്ക് പോളിംഗുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പരാതികളൊന്നും തന്നെ ഉയർന്നു വന്നിട്ടില്ല. വെബ്കാസ്റ്റിംഗ് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്ന മോണിറ്ററിംഗ് സംവിധാനത്തിൽ നിന്നും കൃത്യമായുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും PRDയിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഇത്തരത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ കാസർഗോഡ് ആദൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. ആദൂരിലെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തിയ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ മദ്യപിച്ച് അവിടെ ഡ്യൂട്ടിക്ക് എത്തി പ്രിസൈഡിംഗ് ഓഫീസറോടക്കം അപമര്യാദയായി പെരുമാറുന്നൊരു സാഹചര്യമുണ്ടായി. കാഞ്ഞങ്ങാട് കൺട്രോൾ റൂമിലെ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അപമര്യാദയായി പെരുമാറിയത്. അവരിരുവരെയും ഡ്യൂട്ടിയിൽ നിന്ന് പുറത്താക്കുകയും താൽക്കാലികമായി മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. വോട്ടർമാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് 3 മുന്നണികൾക്കും വലിയ സ്വാധീനമുള്ള മേഖലകളുണ്ട്. അപ്പോൾ ആ ഒരു 3 മേഖലകളിൽ LDFനും UDFനും BJPക്കുമായി അവരുടേതായ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ കൃത്യമായി തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാൻ കഴിയും. തങ്ങളുടേതായ മേഖലകളിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് 3 മുന്നണികളും പ്രകടിപ്പിക്കുന്നത്. അവിടെ ആ ഒരു 3 മുന്നണികൾ സംബന്ധിച്ചും ജില്ലാ പഞ്ചായത്ത് എന്നത് ഏറ്റവും നിർണായകമാണ്. അവിടെ LDFും UDFും മാറി മാറി ഭരണം നടത്തുന്ന ഒരു സാഹചര്യമാണ്. കാസർഗോഡിൻ്റെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ പൂർണ്ണമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. തൊട്ട് മുൻപേയുള്ള 20-25 ടേമിൽ LDF ആണ് ഭരിച്ചതെങ്കിൽ ഈ ഒരു തവണ UDF ഭരണം പിടിച്ചെടുക്കുമെന്നുള്ള രീതിയിൽ തന്നെ ഉള്ള ഒരു പ്രതീതിയാണ് പൊതുവെ ഉണ്ടാകുന്നത്. എന്നാൽ LDF തങ്ങളുടെ ഡിവിഷനുകൾ പൂർണ്ണമായി നിലനിർത്തുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 2 ഡിവിഷനുകളാണ് NDA സംബന്ധിച്ചുള്ളത്. അതവർ നിലനിർത്തും. അതോടൊപ്പം തന്നെ കൂടുതൽ ഡിവിഷനുകളും പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. ജില്ലയ്ക്കകത്ത് 38 പഞ്ചായത്തുകളാണുള്ളത്. അതിൽ 19 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് LDF ആണ്. LDFന് നേരിയ മേൽക്കൈ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് ആ ഒരു രീതിയിലുള്ള രാഷ്ട്രീയ സ്ഥിതി പരിസ്ഥിതി പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് UDFന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ UDF മുന്നോട്ടേക്ക് വയ്ക്കുന്നു. കാരണം ഇത് കാസർഗോഡിനെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ പോരാട്ടമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് മഞ്ചേശ്വരം മേഖലയിലുള്ള തങ്ങളുടെ മേൽക്കൈ ഊട്ടിയുറപ്പിക്കാനും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ LDF MLAമാരുള്ള കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ അതോടൊപ്പം തന്നെ ഉദുമ മേഖലകളിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് UDFിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. BJP പരമാവധി 5 പഞ്ചായത്തുകളുടെ ഭരണം പിടിച്ചെടുക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിൽ 3 പഞ്ചായത്തുകൾ നിലവിൽ ഇപ്പോൾ BJP തന്നെയാണ് ഭരിക്കുന്നത്. അതിൽ 2 പഞ്ചായത്തുകൾ 25 വർഷത്തിലധികമായി തന്നെ BJP കോട്ടകളായി നിലനിർത്തി പോകുന്ന 2 പഞ്ചായത്തുകളാണ് മധൂരും അതോടൊപ്പം തന്നെ കാറടുക്ക അടക്കമുള്ള പഞ്ചായത്തുകൾ. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസം അവർ വെച്ച് പുലർത്തുന്നു. 119 അങ്ങനെ 3 പക്ഷത്തിനും ഏറെ നിർണായകമായിട്ടുള്ള 3 മുന്നണികൾക്കും അതീവ നിർണായകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം. അത് തൃശ്ശൂർ മുതൽ അങ്ങ് കാസർഗോഡ് വരെ അതിന്റെ കുട്ടിക്കലാശത്തിലെ ആവേശവും ആരവമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിന്റെ വിധി ദിനത്തിൽ ആർക്കൊപ്പമാണ് ജനമനസ്സ് നിന്നത് എന്നുള്ളത് നമുക്കറിയാൻ കഴിയും.